ആരാ പ്രഭാര ഇവരൊക്കെ? ഭാമയെ കാണാൻ വന്നവരാ. ഇതാ ചെറുക്കൻ, ഇത് അച്ഛൻ ശങ്കരൻകുട്ടി മാഷ്, ഇത് അമ്മാമ, ഇത് ചെറിയച്ഛൻ. എന്റെ പെങ്ങളെ കല്യാണം കഴിക്കാനോ അതോ കലാമണ്ഡലത്തിൽ ചേർക്കാനോ നിങ്ങളൊക്കെ വന്നേക്കണേ? ഇങ്ങനൊരു സമ്പ്രദായം കീഴ്ക്കട ഞങ്ങളുടെ തറവാട്ടിൽ ഉണ്ടായിട്ടില്ല. കുട്ടിയെ കാണാ, വേണച്ച വല്ല സംസാരിക്കുക, ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചോണ്ട് പോവാ. ഇതാ ഇവിടുത്തെ പതിവ്. ഞങ്ങളുടെ തറവാട്ടിൽ ഈ വക സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചോളൂ ഷാരടി മാഷേ. അത് നിങ്ങളുടെ തറവാട്ടില്, ഇതെന്റെ തറവാട്. ഇതെന്താ ഗോവിന്ദ പിഷാരടി, ഇത്തിരി സംഗീതം പഠിച്ച കുട്ടിയാന്ന് കേട്ടപ്പോ ഒരു പാട്ട് കേട്ടാ കൊള്ളാൻ തോന്നി എന്റെ മകന്. ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ആരാ നിങ്ങളുടെ മകൻ? മുത്തുസ്വാമി ദീക്ഷിതരോ അതോ ത്യാഗരാജസ്വാമികളോ? വലിയ പണ്ഡിതരാജപ്പട്ടം വാങ്ങിയ ആളല്ലേ ഭരത പിഷാരോടി. തസ്മത് ഗായന്തം സ്ത്രീയഹ കാമയന്തി എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ കാളിദാസൻ? കാളിദാസൻ അങ്ങനെ മറ്റു പലതും പറഞ്ഞിട്ടുണ്ട്. ശ്രീപാർവതിയുടെ കുന്നോളം പോകുന്ന മുലകളെ പറ്റിയും കുടം കമത്തി വെച്ച പോലുള്ള നിതമ്പത്തെ പറ്റിയും പാടി പരീക്ഷ സ്ഥിതിക്ക് ഇനി അതുകൂടെ പരിശോധിക്കണം തോന്നുന്നു നിങ്ങളുടെ മകനെ? പരമേശ്വര, ഈ അധമന്റെ വീട്ടിൽ നമുക്കൊരു ബന്ധം വേണ്ട. മാഷേ, അറിഞ്ഞില്ല ഗോവിന്ദ പിഷാരടി ഈ നീജന്റെ വീടാണിതെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു ബന്ധത്തിന്റെ പേരിൽ കേറി വരില്ലായിരുന്നു ഇവിടെ. വരിക. ഭരത, കഞ്ചാവ് വലിച്ചു കയറ്റി നീ കാണിച്ച തോന്യാസം കൊണ്ട് ഇല്ലാണ്ടായി പോയത് ഈ പാവം പെൺകുട്ടിയുടെ ജീവിത. മരിച്ചു നേലെ നിൽക്കണം നിന്റെ അച്ഛൻ തരില്ല നിനക്ക് മാപ്പ്. ഓർത്തോ? വല്ല കിണറ്റിലോ കുളത്തിലോ ചാടി ചാവണായിരുന്നു. നീ ഇതിനെ അങ്ങോട്ട് കൊല്ലണം. ചാടട്ടെ അവള് പോയി. അമ്മ പറഞ്ഞ പോലെ വല്ല കിണറ്റിലോ കുളത്തിലോ. സമ്മതിക്കോ ഏട്ടനവളെ? ഇതെന്താ വെള്ളരിക്ക പട്ടണോ? പ്രഭാകര, എന്താ അവിടെ ബഹളം? നമ്മുടെ കിണറ്റിൽ ആരോ വീണിരിക്കണു. അയ്യോ ഭഗവതി! കാല് തെറ്റി വീണായിരിക്കും അല്ലേ രാവണിയാര്? ആൾമറുള്ള കിണറ്റിൽ എങ്ങനെ കാലേറ്റ് വീഴാ? വിട്ടിത്തരം പറയാതിരിക്കും. നീന്താൻ അറിയോ ഷാരടി മാഷിന്? ഗംഗാ നദി നീന്തി കിടന്ന ആളല്ലേ, പിന്നെയാണോ എൽക്കി പൊട്ടക്കിണറ്? ഒരു കയറങ്ങിട്ട് കൊടുത്താൽ മതി, കേറിങ്ങ വരും. അപ്പനാവാ എവിടെ കയറവിടെ? പോയി കൊയ്ത മാമേ നമ്മുടെ കുട്ടി. ആരുടെ കാര്യം നീ പറയണേ? നമ്മുടെ ഭാമ. അമ്മ പറഞ്ഞ പോലെ കഴുത്തി ചാടിയവള്. ഇതാരായി നിക്കണെന്ന് കണ്ണു വിളിച്ച് നോക്ക് ഭരത. ഭാമ. അപ്പൊ ആരാ കണ്ടിച്ചാടിയേക്കണേ? ചത്തുപോയ നിന്റെ അച്ഛനെ ഇരിങ്ങണ്ണൂർ നാരായണ പിഷാരടി. എടാ വിദ്യാസുര, കഞ്ചാവ് വഴിച്ച കിണറ്റിച്ചാടി എന്നല്ല ചന്ദ്രനെ പോയി എന്ന് വരെ തോന്നും. ഇങ്ങോട്ട് കേറി വാ. നീ വച്ചിട്ടുണ്ടോ നിനക്ക്? ഞാൻ ഇന്നോടെ ഏട്ടന്റെ കഞ്ചാവടി അവസാനിപ്പിക്കും. മാഷേതാ
പതുക്കെ സൂക്ഷിച്ചാ അതൊന്നും എടുക്കരുത്. ഇങ്ങോട്ട് തരാ. ഇങ്ങോട്ട് തരാൻ എടുക്കരുതെന്ന്. തരാൻ ചങ്ങലക്കിടാനുള്ള അസുഖമൊന്നുമില്ല. ഈ ചെളിവരമ്പിലൂടെ നടക്കുമ്പോ ചിലപ്പോ അറിയാതെ കാലൊന്ന് വഴുതി പോവില്ലേ, അതുപോലെ ഇടയ്ക്ക് മനസ്സൊന്ന് വഴുതി പോവാ, അത്രേ ഉള്ളൂ. മെഡിക്കൽ സയൻസിൽ ഈ ദണ്ണത്തിനിട്ടിരിക്കുന്ന പേരെന്താണെന്നറിയാമോ? ബൈപോളാർ ഡിസോർഡർ. എപ്പോഴാ എങ്ങനെയാണെന്നറിയാതെ മനസ്സിലൊരു കടന്നൽ കൂടിളകുക എന്നർത്ഥം. ഒക്കെ ഒരു ജാടാ ഈ അപ്പോത്തിക്കിരിമാരുടെ. നീ ഇങ്ങനെ കഞ്ചാവ് വലിച്ചു കയറ്റിട്ട് വന്ന സൂക്കേടാണ് കുട്ടിയെ ഇതൊക്കെ. കഞ്ചാവ് വലിക്കുകയോ? ജീവിതത്തിൽ ഒരിക്കലും ഞാനത് വലിച്ചിട്ടില്ല. മനസ്സ് പാളിപ്പോവാൻ തുടങ്ങുന്നു എന്ന് തോന്നുമ്പോ നിങ്ങളുടെയൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഞാൻ കാണിച്ചൊരു സൂത്രമായിരുന്നത് ഒരു ചുരുട്ട്, ഒരു പാവം ചുരുട്ട്. വെറുതെ അതിങ്ങനെ കത്തിച്ച് വലിക്കുക. എപ്പോഴാ കുട്ടിയെ നിനക്ക് ഈ വയ്യായ തുടങ്ങിയത്? ഗോവിന്ദ മാമയ്ക്ക് എന്നാ മീശ മുളയ്ക്കാൻ തുടങ്ങിയത്? കൃത്യമായൊരു ഉത്തരം തരാൻ പറ്റുമോ? അതുപോലെ എപ്പോഴോ ഒരിക്കൽ, എന്നോ ഒരിക്കൽ, ഒരു കാലഗണന ഇല്ല അതിന്. ഗോവിന്ദ മാമേ, സഹിക്കാൻ പറ്റാതായപ്പോഴാ കീഴ്പള്ളി നാരായണൻ നമ്പീശന്റെ കാൽക്കൽ ഞാൻ അഭയം പ്രാപിച്ചത്. കാണാൻ വയ്യാത്തൊരു എഴുത്താണി കൊണ്ട് കരലിലാരോ കോറി വരയ്ക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്പീശൻ? അതാ ഇപ്പൊ എൻ്റെ അവസ്ഥ. പഠിക്കാൻ വയ്യ, പഠിപ്പിക്കാൻ വയ്യ, ഉണ്ണാൻ വയ്യ, ഉറങ്ങാൻ വയ്യ, ആകെ തകടം മറിഞ്ഞു പോകുന്ന നമ്പീശ. ഞാൻ രക്ഷിക്കില്ല എന്നെ. അപൂർവം കാണാറുള്ള ഒരു ചിത്തഭ്രമത്തിന്റെ തുടക്കായത്. അറിവ് അധികമായി പോയാലും എടുക്കൂലോ ഷാരുടെ ഈ ഭ്രാന്ത് നിങ്ങൾക്ക് പറ്റിയതാടാ. മസ്തിഷ്കത്തിന് താങ്ങാൻ പറ്റുന്നതിലധികം ലോഡ് കയറ്റി. 4 ആള് കയറുന്ന തോണിയില് 100 ആള് കയറിയ മുങ്ങാണ്ടിരിക്കുവോ? 5-6 മാസം പഥ്യത്തോടെ മരുന്ന് കഴിച്ച് വിശ്രമിക്കുക, ഭേദാവും. എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കണോ നമ്പീശ? പാടില്ല. ഇപ്പൊ അതിനെ പറ്റിയ ഒരു മാനസിക അന്തരീക്ഷമല്ല. തൽക്കാലം അതങ്ങോട്ട് മാറ്റി വയ്ക്കുന്നതാ ഉത്തമം. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്പീശ. അവരെയൊക്കെ വേദനിപ്പിച്ച് അവരുടെ മുന്നിലെ ഒരു പരിഹാസ കഥാപാത്രമായി എനിക്ക് ജീവിക്കാൻ വയ്യ. ഒന്നുകിൽ മരിക്കും, അല്ലെങ്കിൽ ഈ നാട് വിടും ഞാൻ, ഉറപ്പാ. ഏയ്, തുടയ്ക്ക് തുമ്പപ്പൂവേ കണ്ണീര്. ഇത് കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. എനിക്കൊന്നും ഇല്ലാന്നേ, ഒന്നും. ഒരു പാളം തെറ്റല്, ഇടയ്ക്കൊരു സ്കിറ്റിംഗ്. എന്തിനാ എന്റെ രുക്മാവതി അമ്മ ഇങ്ങനെ കരയണേ? സത്യം അറിയാതെ ഒരുപാട് ശപിച്ചിട്ടുണ്ട് ഞാൻ എന്റെ മാഷ. അറിയാതെ പറഞ്ഞു പോയതല്ല, തിരിച്ചെടുക്കണേ എന്റെ കൃഷ്ണ.
മോനെ പേടിച്ചു പോയി ഞാൻ. 2 ദിവസമായില്ലേ നീ ഇരിപ്പ് തുടങ്ങിയിട്ട്? കണ്ടു നിൽക്കാൻ പറ്റണില്ല കുട്ടിയെ. എത്ര വെച്ചിട്ടാ ഞാനിതൊക്കെ സഹിക്കുക? പറ്റില്ലല്ലോ എനിക്ക് ഒരു കണ്ണിച്ചൂരിലെത്തി ചന്തിക്കിട്ട് 4 പെടവടയ്ക്കൊന്ന് പറയാൻ. എന്റെ വലിയേട്ടനായിപ്പോയില്ലേ? നോക്കേട്ടാ, ഇത്ര കിടന്ന് പടയ്ക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ ഒന്നും ഉണ്ടായിട്ടില്ല. മനസ്സ് വേദനിച്ചപ്പോ അമ്മ എന്തൊക്കെ പറഞ്ഞേ ഉള്ളൂ. ഏട്ടനത് ഇത്ര ആനക്കാരിയൊക്കെ എടുക്കണ്ട. നമ്മുടെ അമ്മയല്ലേ ഏട്ടാ. അമ്മ പറഞ്ഞതിലല്ല കുട്ടിയേട്ടൻ്റെ സങ്കടം. ഞാൻ കാരണം നിനക്ക് ഈശ്വരൻ തരാൻ നിശ്ചയിച്ച ഒരു ജീവിതം ഒന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ലല്ലോ എൻ്റെ ഏട്ടൻ. അങ്ങനെയൊക്കെ ഉണ്ടായി. ഞാനിതങ്ങോട്ട് സഹിച്ചോളാം. എന്റെ വിധിയായിട്ട് അങ്ങ് ഏറ്റെടുത്തോളാം. ശപിക്കോ മോളേട്ടനെ? രുക്മാവതി അമ്മേ, ഒന്ന് ഹാപ്പി ആവെന്റെ ചക്കര മുത്തേ. ഇല്ല, ഇവിടെ ആർക്കും ഒന്നും പഴിച്ചിട്ടില്ല. ഒക്കെ ശരിയാക്കി എടുക്കാം ഞാൻ. എല്ലാവരും എനിക്കൊരു 24 മണിക്കൂർ സമയം താ. ഇരിക്കാൻ അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ ഞാൻ. ക്ഷമിക്കുക, ഒരു തെറ്റുപറ്റിപ്പോയി. എന്നും തെറ്റല്ലേ പറ്റിയിട്ടുള്ളൂ ഇയാൾക്ക്. ആട്ടെ, എന്താണാവോ വരവിന്റെ ഉദ്ദേശം? ഞാൻ എന്റെ പെങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കി ഇല്ലേ? ക്ഷമിക്കണം ശങ്കരൻകുട്ടി മാഷ്. മൂർഖൻ പാമ്പുകൾക്ക് ക്ഷമാശീലില്ല. വേദനിപ്പിച്ചാൽ അത് കൊത്തും. പണ്ട് രാജിക്കത്തും വലിച്ചെറിഞ്ഞിറങ്ങി പോകുമ്പോ ഇയാൾ എന്നെ വിശേഷിപ്പിച്ചത് അങ്ങനെയല്ലേ, മൂർഖന്. അഹങ്കാരാവാം, പക്ഷെ അത് ഭൂമിയിൽ കാലുകുത്തി നിന്നിട്ടാവണം, ആകാശം ഭേദിച്ചിട്ടാവരുത്. ഒന്നും അഹങ്കാരം കൊണ്ടായിരുന്നില്ല മാഷെ, ഒന്നും. പിന്നെ എന്തത്? എല്ലാ വിവരങ്ങളും ഇതിലുണ്ട്. പരമേശ്വരൻ ഒന്നും പറഞ്ഞില്ല. വേണച്ച പിടിച്ചോളാം ഈ കാലും. എന്താ മാഷേ ഇത്? എന്റെ പെങ്ങളുടെ ജീവിതം ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. ഈ മാതിരി വിട്ടിത്താ പറയാ? ഒന്നുമില്ലെങ്കിൽ 4 അക്ഷരം പറഞ്ഞു തന്ന എന്റെ ഗുരുസ്ഥാനം ഇപ്പോഴും കൊണ്ടു നടക്കണ്ട എന്റെ മനസ്സിൽ. അത് വിട്ടിട്ടുള്ള കളിയില്ല പരമേശ്വരന്. എന്താ വേണ്ടത്? എന്റെ ശാരടി മാഷ്ക്ക് എന്താ വേണ്ടത്? ചോദിക്കേണ്ട താമസേ ഉള്ളൂ. പരമേശ്വരൻ്റെ അടി എപ്പോഴാ എവിടെ വെച്ച് അവളുടെ കഴുത്തിൽ ഞാൻ മിന്നു കെട്ടേണ്ടത്? പറയെന്നെ മാഷെ. വേണ്ടപ്പെട്ടവരെയൊക്കെ ഞാൻ നാളെ തന്നെ കാറൽ മണ്ണാക്കി അയക്കാം. അവരൊക്കെ ചേർന്നെടുക്കട്ടെ തീരുമാനങ്ങളൊക്കെ. എന്താ പരമേശ്വര? ഒക്കെ മാഷിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ.